ഹായ് ഗൈസ്, ഇന്നത്തെ യാത്ര നമ്മൾ തലക്കാവേരി ഭാഗമണ്ഡല ആണ്. അതായത് നമ്മുടെ കർണാടക സ്റ്റേറ്റിലെ ഭാഗമണ്ഡല തലക്കാവേരി റൂട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് പണത്തൂർ വഴിയാണ് പോയത്. ഭാഗമണ്ഡലമാണ്. ഭാഗമണ്ഡല നമ്മുടെ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് 3 നദികളുടെ സംഗമ സ്ഥലമാണിത്. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് കാലൊക്കെ കഴുകി വെള്ളം തലയിലോട്ടൊക്കെ ആക്കിയിട്ട് നമ്മൾ ഒന്ന് ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോയി. അതിനുശേഷം ഒരുപാട് നമ്മുടെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലവരവിടെ ചെയ്യുന്ന കണ്ടു. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്ക് ഭാഗമണ്ഡേശ്വര ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഫുള്ളൊന്ന് കറങ്ങി എല്ലാം കണ്ട് ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി നിന്ന് അവിടെ നല്ല നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ചിലവരൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മളൊന്ന് ഫുള്ളൊന്ന് കറങ്ങിയിട്ട് ഫുള്ളായി നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പെയാണ് ഭാഗമണ്ഡല ആവത്തൊക്കെ തലക്കാവേരിയൊക്കെ പോയത്. പക്ഷേ നമുക്ക് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനത്ത് പോകാൻ പറ്റിയില്ല. 8 കിലോമീറ്റർ പിന്നെയും പോകണം. അങ്ങനെ ഇത് മാത്രം ചുറ്റിക്കറങ്ങിയിട്ട് തൽക്കാലം ഇവിടുന്ന് വിട പറയാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ അവിടെ ഭാഗമണ്ഡേശ്വര ക്ഷേത്രമുണ്ട്. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 5 പേരാണ് ഉണ്ടായത്. കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. ഞാൻ അതൊന്നും വീഡിയോ എല്ലാം കവർ ചെയ്യുന്ന കാരണം അവരൊക്കെ എന്നെ ഇട്ടിട്ട് മുന്നോട്ട് പോയി. ക്ഷേത്രത്തിൽ പൂജയുടെ സമയമാണ്. അവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. ഉച്ചയ്ക്കുള്ള ഭക്ഷണമുണ്ട്, വരുന്നവർക്കായിട്ടുള്ള അന്നദാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുകയാണ്. അപ്പോഴും ഞാൻ അറിയാതെ വീഡിയോ എടുത്തുകൊണ്ട് അകത്തോട്ട് കയറാൻ നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞു വീഡിയോ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ ഉൾഭാഗമൊന്നും എടുത്തില്ല. അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കൂടുതൽ കവർ ചെയ്യാൻ പറ്റില്ല. ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്ന് പ്രദക്ഷിണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഭാഗമണ്ഡേശ്വര ക്ഷേത്രം.